അനുചേച്ചി അനുചേച്ചി കൂവണ്ട, ചേച്ചി വന്നോളും. ഞാൻ കൂവിയില്ലല്ലോ. ഇനി കൂവിയെ തന്നെ താരാ ചോദിക്കാം. ഞാൻ ചേച്ചിന്റെ സെക്രട്ടറിയാ. അങ്ങനെ വെച്ചോ. യു ഗോ മാൻ, യു ഗോ ലേഡി. ലേഡി മാനും മിണ്ടാതിരി. ബിവെയർ ഓഫ് മേജർ അങ്കിൾ. Hey, come on, come on, come on. റോബർട്ട് വിളിക്കുന്നത് വാടാ. എന്താ ആരാ അത്? അറിയില്ലേ? ഇതാണ് അനുചേച്ചിന്റെ മാരിയമ്മ ഞങ്ങള്. പുളു. എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞതല്ലേ. വേണമെങ്കിൽ ചോദിച്ചോക്ക്. അങ്കിളെ, ചേച്ചിന്റെ അങ്കിളെ ആണോ? അതെ അല്ലേ? ഏയ് എന്താ അത്? കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. വാ വാ. നീ ചെന്ന് കോഴി എടുക്കുമ്പോഴേക്കും ഞാൻ കൊച്ചമ്മയെ കണ്ടിട്ട് വരാം. നീ വേഗം വരണം, എനിക്ക് പാല് കൊടുക്കാനുള്ളതാ. എത്ര? 20? കൊച്ചമ്മേ, കൊച്ചമ്മേ. കട്ട് തിന്നോടി കള്ളി. നിങ്ങളോ? നിങ്ങൾ ഇവിടെ? എന്നെ പലയിടത്തും കാണും. അത് വിട്. നിന്റെ ഈ സ്വഭാവം ശരിയാണോ ആണോ? ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്നാ കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും മുടൊക്കെ മോട്ടിച്ചാലും നീ തന്നെ പറയുമല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ, അനാവശ്യം പറയരുത്. ഞാനങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും മോട്ടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഞൊണ്ടിക്കാലൻ. എന്താ ചേട്ടമ്പി, ഇന്ന് കച്ചവടമില്ലേ? ഉണ്ട്, കോഴി എടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തേ. ഗുഡ്. അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വെല്ലിങ് പോവില്ല. കൊടുക്ക്. സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാ ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2ാം വിവാഹത്തിൻ്റെ സദ്യ ഉണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിന്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം. അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം. പുതിയ ബന്ധത്തിൽ കുട്ടികളുണ്ടായോ അച്ഛന്? 3 പേര്. അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു. 7ാം വയസ്സിൽ മരിക്കും വരെ അവളെനിക്ക് കൂട്ടായിരുന്നു. അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ. എന്താകുമായിരുന്നു അവളുടെ ജീവിതം? പതുക്കെ പഴങ്കഥകളിലെ പോലെ 2ാനമ്മ ഭരണം ടേക്ക് ഓവർ ചെയ്യുന്നു. അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും. പലഹാരം പങ്കുവെക്കുമ്പോഴും ഉടുപ്പും ചായപ്പൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു. ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും. അമ്മയുടെ ഷെയറിൽ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു. ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി. പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു മഞ്ഞത്തുള്ളിയിൽ മഴവിൽ പൂവിടും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെങ്കിലും ഒന്ന് കയറി പറ്റാൻ കഴിഞ്ഞില്ല? 2ലൊന്നും അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി.
അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിരങ്ങുമ്പോഴാ അമ്മയുടെ കത്ത് വരുന്നത്. അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു. രോഗിയായി, ത്രോട്ട് ക്യാൻസർ. രണ്ടാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പൻ ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം. താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിറ്റ് ചികിത്സിക്കാൻ. സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാനതിന് മുതിരില്ലായിരുന്നു. മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു നിന്നു. എനിക്കറിയാം, റിപ്പൻഡൻസ്. മരിച്ചു ഇല്ലേ? അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു. ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്ത അവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു. നടന്നില്ല. എനിക്കും എൻ്റെ ഫ്രീഡമായി, അനാഥത്വത്തിൻ്റെ സ്വാതന്ത്ര്യം. വളരെ വൈകിയാണെങ്കിലും രണ്ടിലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയാകാംക്ഷികളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു. ജാതക ഗുണം, ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിന്റെ ആദ്യത്തെ മിസൈൽ വീണതും ഒരുമിച്ച്. ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല. പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും. പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? എന്താ ചെയ്യുക? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് രണ്ടിലൊന്നും അറിയാലോ. അയ്യോ, എന്താ ഇത്? അനിമോളെ ഇത് കണ്ടോ? എന്റെ പൊന്നു രാധം, എന്തിനാ ബഹളം വെക്കുന്നത്? അതിന് മാത്രം ഇവിടുന്ന് ഉണ്ടായില്ലല്ലോ. മേനം സേറിട്ട് വരച്ചില്ലേ ഡോക്ടർ തുടരുതെന്ന് പറഞ്ഞിട്ട്? എടോ രാധമ്മേ, പോട്ടെ, കേസാക്കല്ലേ. ഞാന് എന്തോ ഇരുന്ന് ആലോചിച്ച്. അതിന് മാത്രം എന്താ ഇപ്പൊ ഒരു ടെൻഷൻ? കേക്കട്ടെ. ടെൻഷനൊന്നുമില്ല. ഞാൻ ശിവന്റെ കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്തോ അറിയാത്തൊരു ആത്മബന്ധം അവനോട് തോന്നുന്നു. ശരിയാട്ടോ, ആദ്യം കാഴ്ചക്ക് ഇത്തിരി മൊശടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുക. മീനാക്ഷി ഓപ്പുവിന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്നത്. ഒരു ചായയല്ലേ? എനിക്കങ്ങനല്ല തോന്നിയത്. നമ്മുടെ നല്ല പ്രായത്തിലൊരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നു. എന്താ ഒന്ന് ഇരുണ്ടല്ല അപ്പോഴേക്കും? നമ്മുടെ അനിമോളുള്ളപ്പോ എന്തിനാടോ ഈ ദുഃഖം? ഒരുപാട് മക്കളുടെ സ്നേഹം അവൾ നമുക്ക് തരുന്നില്ലേ?